ഹായ് ഫ്രണ്ട്സ്, കിരണാണ് ഫ്രം ഹിപ്പി ക്യാമ്പ്സ്. അപ്പോൾ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത തേയിലത്തോട്ടങ്ങൾ മാത്രം. തേയില പൂക്കാറില്ല, പക്ഷേ ആ തേയിലകളുടെ ഇടയിലുള്ള ഒരു മനോഹരമായ ഒരു അടിപൊളി 2 ബെഡ്റൂം പൂളുവില്ലയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം കണ്ടല്ലോ, ഞാൻ ചെയിൻ വിട്ടു. അപ്പോൾ ചെയിൻ എന്തിൻ്റെയെന്ന് വിചാരിക്കേണ്ട, നല്ലൊരു മനോഹരമായ ഊഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. അപ്പോൾ ആ ഊഞ്ഞാലിനോട് ചേർന്ന് തന്നെ നല്ലൊരു സിറ്റിംഗ് സ്പേസ്, അതിൻ്റെ നടുക്കാണെങ്കിൽ ഒരു ക്യാമ്പ് ഫയർ, അതിൻ്റെ അവിടെ നിന്ന് എവിടെ നോക്കിയാലും മനോഹരമായ തേയിലത്തോട്ടം. വീണ്ടും വീണ്ടും മനോഹരം പറയണം ഒന്നുകൊണ്ടല്ല, കാരണം അത്രയും മനോഹരമായ തേയിലത്തോട്ടം കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. നല്ല നോക്കത്താ ദൂരത്തുള്ളൊരു വ്യൂ ആണ്. സറൗണ്ടിങ്സ് കംപ്ലീറ്റ് തേയിലത്തോട്ടം എവിടെ നോക്കിയാലും. പിന്നെ അതുപോലെ തന്നെ ആ തേയിലത്തോട്ടം നോക്കിയിരിക്കുന്ന 2 സിംഹങ്ങൾ. സിംഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, നമ്മുടെ ആർട്ടിഫിഷ്യൽ സിംഹമാണ്. അതുപോലെ തന്നെ നല്ലൊരു ഏരിയ, ലൈക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു 8 പേര് 9 പേര് അല്ലെങ്കിൽ 10 പേരൊക്കെ ഉള്ള ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ വരുവാണെങ്കിൽ അതിനകത്തിപ്പം തെക്കും ഭാഗം വടക്കും ഭാഗം എന്നൊക്കെ പറഞ്ഞ് 2 ടീമായിട്ട് തിരിഞ്ഞ് നിങ്ങൾക്ക് മത്സരിക്കാനൊക്കെ ആയിട്ട് പറ്റിയ 2 സ്റ്റേജ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു വെക്കേഷൻ വാഗമണിൽ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പൂളോട് കൂടിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാനിവിടെ പൂളാണെങ്കിലും കാണിച്ചു തരാം. കോമ്പാക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇൻഫിനിറ്റി പൂളും കൂടെയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര രസകരമായിട്ടുള്ള വ്യൂ ആണ്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂക്കാത്ത തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ പ്രോപ്പർട്ടിയിൽ മെയിനായിട്ട് 3 ബെഡ്റൂമാണ് വരുന്നത്. അതിനകത്ത് 2 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ AC ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി ബെഡ്റൂംസ് ആണ്. അതിൻ്റെ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ താഴത്തുള്ള ഒരു ബെഡ്റൂം ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ഒരു 10 പേര് 8 പേര് 10 പേരൊക്കെ നല്ല സുഖമായിട്ട് അടിച്ച് പൊളിച്ച് ഫുഡും ഒക്കെ കഴിച്ചും അതുപോലെ തന്നെ അങ്ങനെ ആടിപ്പാടി തിമിർത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്ലേസ്. അപ്പം ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്ക് റൂംസ് കാണാം. അപ്പോൾ റൂംസിലേക്ക് കയറി വരുമ്പം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 എണ്ണം വരുന്നത്, റൈറ്റും ലെഫ്റ്റും 2 റൂംസ് വരുന്നുണ്ട്. ഈ റൂം എന്നൊക്കെ പറഞ്ഞാൽ AC റൂമാണ്, വലിയ റൂംസാണ്. ആൻഡ് അഗെയിൻ താഴെ ഒരു റൂം കൂടെ വരുന്നുണ്ട്, അത് കോമ്പാക്റ്റ് ആയിട്ടുള്ള നോൺ AC റൂമാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിൻ്റെ അകത്തേക്ക് കയറാം. വെൽക്കം. അപ്പോൾ റൂമൊക്കെ ആണെങ്കിൽ നല്ല കേട്ടോ, സൈസ് വൈസ് ഒക്കെ നല്ല കിഡിലൻ സൈസാണ്, നല്ല വലിയ സൈസാണ്. അത് മാത്രമല്ല എല്ലായിടത്തും എങ്ങും ഭിത്തിയല്ല, കംപ്ലീറ്റ് ഇതാണ് ഗ്ലാസ്സാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കേട്ട മാറ്റി തരാം. കണ്ടോ, കേട്ടിനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഫുൾ വ്യൂ, മൗണ്ടൻ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം വ്യൂകൾ മാത്രമാണ്. ഇവിടെ നോക്കിയാലും നല്ല മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ റൂം സൈസ് തന്നെ വലിയൊരു റൂം സൈസാണ്. അതുപോലെ ഇവിടെ തന്നെ നമുക്ക് 2 ചെയേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പം ചെറിയ ഡൈനിങ് പരിപാടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവിടെയാണെങ്കിൽ കോഫി മേക്കർ കാര്യങ്ങൾ വരുന്നു. ആൻഡ് അഗെയിൻ ഇവിടെയാണെങ്കിൽ ഒരു സോഫ കം ബെഡ് പോലെ യൂസ് ചെയ്യാവുന്ന ഒരു വലിയ സോഫയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെഡ് സ്പേസ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം, എക്സ്ട്രാ ബെഡൊക്കെ ആണെങ്കിൽ ഇടാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ മിററാണ്, മൊത്തത്തിലൊരു മിറർ ഫീൽ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എക്സ്ട്രാ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നേരെ ഇനി ടോയ്ലറ്റിന് അങ്ങോട്ടേക്ക് പോകാം. ടോയ്ലറ്റിന് അങ്ങോട്ടേക്ക് വരുമ്പോഴും ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട്. അതിന് ഇതാണ് ടോയ്ലറ്റ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. അപ്പോൾ ഈ സെയിം സൈസിൽ തന്നെയാണ് ഇനി ഇവിടെ തന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി സെയിം സൈസിൽ തന്നെ നമുക്ക് അപ്പുറത്ത് റൂം വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ റൂമിലേക്ക് പോവാം. ഇതുപോലെ തന്നെ 3rd റൂം വരുന്നത് നേരെ താഴത്തെ ഫ്ലോറിലാണ്. ആ 3rd റൂം കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോമ്പാക്റ്റ് ആണ്. അത് മാത്രമല്ല വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പുറയിലാണെങ്കിൽ AC അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 2 റൂമിൽ AC ഉണ്ട്, പക്ഷേ താഴത്തെ റൂമിൽ നമുക്ക് AC ഇല്ല. ബാക്കി TV അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു പൂളിൻ്റെ വ്യൂവും കാര്യങ്ങളും ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. നേരെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് സെയിം ഡിറ്റോ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം ടു സെയിം സൈസ് വൈസ് എല്ലാം. അപ്പോൾ ഈ 2 റൂമിൻ്റെയും എല്ലാം സൈസ് അത് തന്നെ സെയിം ടു സെയിം ആണ്. മറ്റേതൊരു ചെറിയ റൂം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ റൂം, ആ റൂമിൽ ഞാൻ താഴേക്ക് കാണിക്കാം. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ നിന്ന്, അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴേക്ക് വരുമ്പോഴാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിംഗിൾ ബെഡ്റൂമിൻ്റെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ബെഡ്റൂം. ആൻഡ് നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇപ്പോൾ നേരത്തെ കണ്ടപോലെ ആ ഓപ്പൺ സ്പേസിൻ്റെ അവിടെ തന്നെ ഇതുണ്ട്, ഒരു ചെറിയ ഡൈനിങ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാം, ഡിന്നറൊക്കെ ഇവിടെ നിന്ന് കഴിക്കാം. ഈ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 3rd റൂമിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ 3rd റൂമിൻ്റെയും ഈ പറഞ്ഞ പോലെ തന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് അല്ല, അതിനൊരു കോമൺ ടോയ്ലറ്റ് പോലെ ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഞാനത് കാണിക്കാം. റൂമിൻ്റെ അകത്തേക്ക് കയറാം.
അപ്പോൾ ഇതാണെങ്കിലും ഒരു നോൺ AC റൂമാണ് ആൻഡ് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള റൂമാണ്. ബേസിക്കലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും കൂടെ ആ 2 റൂമിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഇനി സപ്പോസ് ഏതെങ്കിലും ഒരു അഡീഷണൽ കപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അതും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഞാനൊക്കെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അല്ലെങ്കിൽ പിള്ളേർക്കും അങ്ങനെ എന്തെങ്കിലും കോമ്പാക്റ്റ് ആയിട്ട്, പക്ഷേ മുകളിൽ അത്രയും സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യണമായിരിക്കും കുറേ കൂടെ രസമായിട്ടുള്ളത്. ആൻഡ് ഇതാണെങ്കിൽ ഇവിടെ ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ഇപ്പം ഒരു ചെക്കൗട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ നിന്നാണെങ്കിലും വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. മനോഹരമായ ഈ പ്രോപ്പർട്ടിയൊക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 2 സിംഹങ്ങൾ വരവേൽക്കുന്ന. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാനായിട്ടുള്ള പ്ലാനൊക്കെ കിട്ടും. നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ ആണെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റ് വാട്ടർ ഫില്ലായിരിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി ഫില്ലിംഗ് പകുതി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഓടിക്കേറി വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഓൾറെഡി ഫുള്ളായിട്ടുള്ള സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ ഒരു 1 കിലോമീറ്റർ വരെ നമുക്ക് നമ്മുടെ വണ്ടി വരത്തില്ല. നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ ചെറിയ വണ്ടികളൊന്നും വരില്ല, അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ ജീപ്പ് വരും, ജീപ്പിൽ പിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ കൊണ്ടുവരും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ എവിടെ നോക്കിയാലും പ്രകൃതിയും മാത്രം കണ്ട് എൻജോയ് ചെയ്തിങ്ങനെ അടിച്ച് പൊളിക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ ഹിപ്പി ക്യാമ്പ്സിനെ വിളിച്ചോ, ഒക്കെ എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു.